ബാസിയൻ അടൂർ ബാസിയൻ അണ്ണന് വേണ്ടി ബാബുക്കാടെ പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ. അതേതാണ്? അത് മറ്റേ ക്രിമിനൽസ്, നമ്മുടെ സലാം കാരശ്ശേരി. കാന്താരി പാത്തു തത്തടകദീസാന കണ്ടപ്പ ഹൽബിൽ ഞമ്മക്ക് ഹാലി കളിയല്ല നീല കരിമ്പിൻ്റെ നീരാണ് കിളിമൊഴിയാളുടെ ശീല്. കാന്താരി പാത്തു തത്തടകദീസാന കണ്ടപ്പ ഹൽബിൽ ഞമ്മക്ക് ഹാലി കളിയല്ല നീല കരിമ്പിൻ്റെ നീരാണ് കിളിമൊഴിയാളുടെ ശീല്. ചിരിക്കുമ്പം നുണക്കുഴി തെളിയും കവിളത്ത് കിളിച്ചുണ്ടൻ മാങ്ങട ചുകപ്പ്. അത് കാണുമ്പോൾ നമ്മുടെ ഹൽബിനകത്തൊരു മോനെ മാണിക്ക കല്ല്. കുടുംബത്തിൽ ചെന്നപ്പ ഉമ്മ ചോദിച്ച് നിനക്കെന്ത് പറ്റിട ഹംകെ. അത് കേട്ടപ്പ കൽക്കണ്ടം നുണയണ ചേലില് കതിസന ഭരണിച്ച് മൊയ്ക്കേ. കാന്താരി പാത്തു തത്തടകദിസന കണ്ടപ്പ ഹൽബില് ഞമ്മക്ക് ഹാല് കളിയല്ല നീല കരിമ്പിൻ്റെ നീരാണ് കിളിമൊഴിയാളുടെ ശീല്. കാന്താരി തത്തു തത്തടകദിസന കണ്ടപ്പ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയാ ഇങ്ങനെ മദ്രാസിലെ ഓരോരുത്തർ വിഷമിച്ച കാര്യങ്ങൾ അല്ലേ? രവിയേട്ടനെ പറ്റി ഒരു വാക്ക് പറയാം. രവീന്ദ്രൻ മാഷെ പറ്റിയ. അപ്പോൾ രവിയേട്ടൻ അന്ന് ചാൻസ് ചോദിച്ച് നടക്കുന്ന കാലത്ത് ഞാനും അച്ഛനും കൂടെ അവിടെ മദ്രാസിൽ മണിമാരൻ തന്നത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ പാട്ടൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഒരു റൂം എടുത്തിട്ട് ഞാനും അച്ഛനും കൂടെ താമസിക്കുക. അപ്പോൾ ആ ഒരു റൂമിൻ്റെ ഒരു ഭാഗത്തൊരു സ്റ്റൗ വെച്ചിട്ട് കുറച്ച് അരി വെച്ച് ഞാൻ ചോറ് വെക്കും. അപ്പോൾ ഉച്ചയാകുമ്പോൾ രവിയേട്ടൻ വരും. അപ്പോൾ രവിയേട്ടനും അച്ഛനും തമ്മിൽ എങ്ങനെയോ ടൗണിൽ എവിടുന്ന കണ്ട് പരിചയപ്പെട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഒരു കൊളത്തൂർ പുഴ രവി എന്ന് പറഞ്ഞ് ഒരു ഗായകൻ വരും, കുറച്ച് ചോറ് അവന് കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം വന്നു, ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ തമിഴ് നാടകത്തിനൊക്കെ മ്യൂസിക് ചെയ്യായിരുന്നു രവിയേട്ടൻ അന്ന്. അപ്പോൾ ആവടിയിൽ നമ്മളെ ടി ആർ ഓമന ചേച്ചി, പ്രതാപൻ ചേട്ടനൊക്കെ ഉള്ളൊരു നാടകം, അതിലൊരു പാട്ട് പാടാൻ വേണ്ടി എന്നെയും കൂട്ടി പോകും. അച്ഛനും കൂടെ വന്ന് ഞങ്ങളവിടെ പോയി പാട്ടൊക്കെ പാടി. അങ്ങനെ ഒരു 2-3 നാടകത്തിന് പാടാൻ വേണ്ടി എന്നെ കൊണ്ടുപോകും. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കാശ് കിട്ടുമല്ലോ. അങ്ങനെ രവിയേട്ടൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലം. അപ്പോൾ അച്ഛൻ പറയും, നീ നന്നാവും രവി, നീ വിഷമിക്കേണ്ട, ഏതായാലും ഒരു പിടി ചോറ് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഉണ്ടോളെന്ന് പറയും. അപ്പം ഞാൻ വെക്കുന്ന ഒരു ചോറിൻ്റെ അകത്ത് ലേശം എടുത്ത് വെക്കും. അങ്ങനെയുള്ള രവിയേട്ടൻ പിന്നെ ഇസൈനസ് അബ്ദുള്ളയും ഭരതൊക്കെ ചെയ്ത് വലിയ കുമ്പയൊക്കെ ആയി വലിയ തടിച്ച് വലിയൊരു മനുഷ്യനായി. ഒരു 35 വർഷത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. നമ്മുടെ കോഴിക്കോട് ഒരു പുരസ്കാരമുണ്ട് രാജേട്ടൻ്റെ, മുല്ലശ്ശേരി രാജേട്ടൻ്റെ. ആ ഒരു കൊല്ലത്തെ പുരസ്കാരം രവിയേട്ടന് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ മണിമാരൻ പാടുമായിരുന്നു, ഞാനും കോഴിക്കോട്ടെ ഒരു ഗായകനും കൂടെ. അപ്പോൾ തേജ്, നമ്മളെ മ്യൂസിക് ഡയറക്ടർ തേജാണ് ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ നന്നായിട്ട് പാടിയിരുന്നെന്നാണ് പറയുന്നത്. നന്നായിട്ട് പാടിയ സമയം പാടി വന്നപ്പോൾ രവിയേട്ടൻ ബാക്കിൽ ഇങ്ങനെ കർട്ടൻ്റെ അവിടെ എഴുന്നേറ്റ് വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ്, അന്നും ഇന്നും ഒരേ ശബ്ദമാണ്, ശബ്ദം സൂക്ഷിക്കണം, ഞാൻ അടുത്തൊരു പടം ചെയ്യാൻ വരുന്നുണ്ട്, അപ്പോൾ ഒരു 4 വരി ആദ്യം തരാം, പിന്നെ ഞാൻ നല്ലൊരു പാട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വടക്കുന്നാഥല്ലേ പൊന്നമ്മ ചേച്ചിക്ക് വേണ്ടി പാടിയ 4 വരി 5 വരി എനിക്ക് തന്നത്. പിന്നെ വരാമെന്ന് പറഞ്ഞ് രവിയേട്ടൻ പിന്നെ മരിച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് കോഴിക്കോട് വന്നത് രവിയേട്ടൻ. അങ്ങനെ ഒരു സ്നേഹബന്ധം കൂടി ഉണ്ടായിരുന്നു അച്ഛനൊക്കെ ആയിട്ട്, ഞാനും എല്ലാമായിട്ടെന്ന് പറയണേ. അപ്പോൾ നമ്മൾക്ക് സ്നേഹമുള്ള എല്ലാവരും നമ്മളെ വിട്ട് പോയതുകൊണ്ട് പിന്നെ പാടാനൊന്നും കഴിയുന്നില്ല. സ്ത്രീധനം മറ്റേ അബുക്കട ഫിലിം റിലീസായില്ല കേട്ടാ. അതിനോട് പാലഞ്ചും പുഞ്ചിരി തഞ്ചും മാണിക്യം മുന്തിരി സത്തെ ഞാൻ ഇന്നൊരു കെസും കൂടി പാടാം, നിന്നെ പുളകപ്പും തൈലം കൊണ്ട് മൂടാ. പാലഞ്ചും പുഞ്ചിരി തഞ്ചും മാടത്തെ മുന്തിരി സത്തെ
മടി നിറയെ കാശിന് വേണ്ടി പണ്ടത്തെ കാരണവന്മാർ പിടികൂടിയതാണീ കുലുമാല്. അല്ലോ ശ്രീധനമെന്നൊരു പുലിവാല്. പാവപ്പെട്ടവർ കണിന്നെടങ്ങേറും മുസിബത്തും പാവങ്ങൾ ഞമ്മൾ നീറും ഓലേ കരളെ പാവങ്ങൾ ഞമ്മൾ തേങ്ങും ഓലേ. പാലഞ്ചും പുഞ്ചിരി തഞ്ചും മാടത്തെ മുന്തിരി സത്തേ. ഇത് ഇതേപോലെ തന്നെ വേറൊരു പാട്ടുമില്ലേ? മാണിക്യപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനുഷ്യനെ മണക്കണ മാപ്പിള ബേസ്.